നമസ്കാരം, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി, ഞാൻ ക്രിപ്റ്റോയുടെ മെൻറ്ററാണ്. ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് പുതുതായി വരുന്ന പലർക്കും തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെയുള്ള ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല. വെയിൽസ്, ലിക്വിഡിറ്റി, ലിവറേജ്, മാർജിൻ, ഫോമോ എന്നിങ്ങനെ പല വാക്കുകളും ദിവസവും കേൾക്കും. പക്ഷേ ഇവിടെ അർത്ഥമറിയില്ലെങ്കിൽ മാർക്കറ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ക്രിപ്റ്റോ മാർക്കറ്റിൽ വളരെ പ്രധാനമായി കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് വോളിയവും ലിക്വിഡിറ്റി. വോളിയം എന്നത് ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ എത്രത്തോളം ബൈയിങ്ങും സെല്ലിങ്ങും നടന്നു എന്നുള്ളതാണ്. വോളിയം കൂടുതലാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ആക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ലിക്വിഡിറ്റി എന്നത് എത്ര എളുപ്പത്തിൽ ഒരു അസറ്റ് വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ലിക്വിഡിറ്റി കൂടുതലുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. ലിക്വിഡിറ്റി കുറവുള്ള മാർക്കറ്റിൽ വളരെ ചെറിയ ഓർഡേഴ്സ് പോലും വളരെ വലിയ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഉള്ള അസറ്റ് ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാർക്കറ്റിൽ ബുൾസ്, ബിയേഴ്സ് എന്നുള്ള രണ്ട് വാക്കുകളും വളരെ കോമൺ ആണ്. ബുൾസ് എന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ പറയുന്നതാണ്. അവർ കൂടുതൽ വാങ്ങുമ്പോൾ പ്രൈസ് ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിയേഴ്സ് എന്നത് മാർക്കറ്റ് താഴും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ കൂടുതൽ വിൽക്കുമ്പോൾ പ്രൈസ് താഴുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബുൾസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഉയരുന്ന മാർക്കറ്റാണ്. ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ് താഴുന്ന മാർക്കറ്റുമാണ്. ഒരു ദിവസം 2% മാത്രം മൂവ് ചെയ്യുന്ന മാർക്കറ്റും 15% മാത്രം മൂവ് ചെയ്യുന്ന മാർക്കറ്റും ഒരുപോലെയല്ല. പ്രൈസ് വളരെ വേഗത്തിൽ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് വോൾട്ടൈലിറ്റി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റിൽ വോൾട്ടൈലിറ്റി കൂടുതലാണ്. ഇത് ഓപ്പർച്യൂണിറ്റീസ് നൽകുകയും ചെയ്യും, അതുപോലെ തന്നെ റിസ്ക്കും വളരെ കൂട്ടും. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് വോൾട്ടൈലിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യണം. ട്രേഡിംഗിൽ വളരെ അപകടകരമായ ഇമോഷൻസ് ഒന്നാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഒരു ചാർട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ചാൻസ് മിസ്സാകും എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഫോമോ. പല ബിഗിനേഴ്സും ഫോമോ കാരണം പ്രൈസ് വളരെ ഉയരത്തിൽ നിൽക്കുമ്പോൾ ബൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് നോക്കിയല്ല, പ്ലാൻ അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പഠിക്കണം. FUD എന്നത് ഫിയർ, അൺസർട്ടനിറ്റി ആൻഡ് ഡൗട്ട് എന്നാണ്. മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ പലരും പാനിക്കായി അസറ്റ് വിൽക്കാറുണ്ട്. ചിലപ്പോൾ ആ വാർത്തകൾ യഥാർത്ഥത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ വെറും ടെമ്പററി ഫിയർ മാത്രമായിരിക്കാം. അതുകൊണ്ട് തന്നെ വാർത്ത കേട്ട ഉടനെ ഒരു പാനിക് ഡിസിഷൻ എടുക്കാതിരിക്കുന്നത് ഒരു വാല്യുബിൾ സ്കില്ലാണ്. ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പോപ്പുലർ വാക്കുകളിലൊന്നാണ് ഹോൾഡിംഗ്. ഇത് ആദ്യം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, പിന്നീട് അതൊരു സ്ട്രാറ്റജിയായി മാറി. ഹോൾഡിൽ എന്നത് ഒരു ഷോർട്ട് ടൈം പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നോക്കാതെ ഒരു അസറ്റ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതാണ്. ഇത് ട്രേഡിംഗ് അല്ല, മറിച്ച് ഇൻവെസ്റ്റ്മെന്റിനോട് കൂടുതൽ അപ്രോച്ചായ ഒന്നാണ്. ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടേംസിലൊന്നാണ് ലിവറേജ്. ലിവറേജ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനേക്കാൾ വളരെ വലിയ പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇത് പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും, അതുപോലെ തന്നെ ലോസും വളരെയധികം കൂടാം. മാർജിൻ എന്നത് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അക്കൗണ്ടിൽ ആവശ്യമായ എമൗണ്ട് ആണ്. ലിവറേജ് എന്നത് റിസ്ക് വളരെ കൂടുന്നതായതുകൊണ്ട് ബിഗിനേഴ്സ് ഇത് വളരെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഈ വാക്കുകൾ ഒരു ഡെഫിനിഷൻസ് മാത്രമല്ല, മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൂൾസ് ആണ്. വോളിയം, ലിക്വിഡിറ്റി, ഫോമോ, വോൾട്ടൈലിറ്റി, ലിവറേജ് എന്നിവ മനസ്സിലാക്കിയാൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടെ ഇമോഷൻസ് ബേസ് ചെയ്തുള്ള ഡിസിഷൻസ് കുറയുകയും ഇൻഫോർമൽ ഡിസിഷൻസ് കൂടുകയും ചെയ്യും. ഈ ടേംസ് എല്ലാം ഒരേ ദിവസം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇവയുടെ ഇനീഷ്യൽ ഐഡിയ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. നല്ല ട്രേഡിംഗ് ഡിസിഷൻസ് വരുന്നത് മാർക്കറ്റിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രിപ്റ്റോ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ആക്കിയ ടൈം ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിന് ഷെയർ